കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഏവരും പോകാൻ ഇഷ്ടപ്പെടുന്ന ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. വളരെ വിശേഷപ്പെട്ട പൂജകളാണ് അവിടെ ഉള്ളത്. രാവിലത്തെ പള്ളി ഉണർത്ത് കഴിഞ്ഞാൽ നിർമ്മാല്യ ദർശനമാണ്. നിർമ്മാല്യ ദർശനം തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ദർശിച്ച് നമ്മൾക്ക് നിർവൃതി നേടാവുന്നതാണ്. ഈ ദർശനത്തിനെ നിർമ്മാല്യ ദർശനം എന്നാണ് പറയുന്നത്. പുലർച്ചെ 3 മുതൽ 3:20 വരെയാണ് നിർമ്മാല്യ ദർശന സമയം. നിർമ്മാല്യ ദർശനം തൊഴാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം 10-20 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ നാലമ്പലത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴാൻ സാധിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള പൂജകളുള്ളത്. എല്ലാം വിശേഷാൽ പൂജകളാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരത്തിൻ്റെ ഭാവങ്ങളാണ് ഈ വീഡിയോയിൽ. ജൂലൈ 25-ാം തീയതിയിലെ ഉച്ചപൂജ അലങ്കാരം ഇപ്രകാരമാണ്. ഭഗവാൻ കാളിയമർദ്ദനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് ശ്രീകോവിലിൽ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാളിയമ്പാമ്പിൻ്റെ പത്തിയിൽ ചവിട്ടി നിൽക്കുകയാണ്. ഇടത്തെ തൃക്കൈയിൽ കാളിയമ്പാമ്പിൻ്റെ വാലും വലത്തെ തൃക്കൈയിൽ ഓടക്കയിലുണ്ട്. പ്രകാരമാണ് ഭഗവാന്റെ നിൽപ്പ്. വളരെ ഭംഗിയായ കളഭാലങ്കാരമാണ്. ഇനി 26-ാം തീയതിയിലത്തെ കളഭാലങ്കാരം നോക്കാം. ഈ ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാൻ മുട്ടുകുത്തി വെണ്ണ കഴിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ്. ശ്രീലകത്ത് മുട്ടുകുത്തി നിൽക്കുന്ന ഭഗവാന്റെ അടുത്തായിട്ട് വെണ്ണക്കുടവുണ്ട്. ആ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ വാരി കഴിക്കുന്നതായിട്ടാണ് ഇന്നത്തെ അലങ്കാരം. വെണ്ണപ്രിയനാണല്ലോ ഉണ്ണിക്കണ്ണൻ. 27-ാം തീയതിയിലെ അലങ്കാരം നോക്കാം. ഭഗവാൻ വെണ്ണ ഉരുളയും താമരപ്പൂവും ഓടക്കുഴയും ഒക്കെ പിടിച്ചാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. മനോഹരമായ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുകയാണ് ശ്രീലകത്ത്. ഉണ്ണിക്കണ്ണൻ്റെ ഇടത് കൈയിൽ വെണ്ണ ഉരുളയും വലത് കൈയിൽ ഓടക്കുഴലും ഒപ്പം ഒരു താമരപ്പൂവുണ്ട്. പ്രകാരമാണ് ഈ ദിവസത്തെ കളഭാലങ്കാരം. 28-ാം തീയതിയിലെ കളഭാലങ്കാരം നോക്കാം. ഇന്ന് ഭഗവാൻ നല്ല സന്തോഷത്തിലായിട്ട് ഊഞ്ഞാലാടുകയാണ്. 2 കൈകൊണ്ടും ഊഞ്ഞാൽ വള്ളിയിൽ പിടിച്ചുകൊണ്ട് ശ്രീലകത്ത് അങ്ങനെ സ്വർണ്ണ പടിയിന്മേലിരുന്ന് ഊഞ്ഞാലാടുകയാണ്. അപ്രകാരം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നൂഞ്ഞാലിൽ പൊൻപടിയിലിരുന്ന് പൊന്നോടക്കുഴലും അരയിൽ തിരികിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ്. ഇതാണ് ഇന്നത്തെ കളഭാലങ്കാരം. 29-ാം തീയതിയിലെ കളഭാലങ്കാരം നോക്കാം. ഇന്ന് ഭഗവാൻ ഗജേന്ദ്രമോക്ഷത്തിനായി ഗരുഡൻ്റെ പുറത്ത് കയറി പറന്ന് വരികയാണ്. അതാണ് ഇന്നത്തെ കളഭാലങ്കാരം. ഗജേന്ദ്രമോക്ഷത്തിനായി വരുന്ന ഭഗവാൻ നാരായണനായ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അപ്രകാരം ഭംഗിയുള്ള ഒരു ചിരിയോടെ ഭഗവാൻ ഇങ്ങനെ ഗരുഡൻ്റെ പുറത്ത് കയറി വരികയാണ്. ഈ 30-ാം തീയതിയിലെ കളഭാലങ്കാരം എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മുരളീധരനാണ്. കാലുകൾ അങ്ങനെ പിണച്ചു വച്ചിട്ട് പൊന്നോടക്കുഴൽ വായിക്കുന്ന മുരളീധരനായ വേണുഗോപാലനായ നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് ഇന്ന് ശ്രീലകത്തിരുന്ന് ഭഗവാൻ വേണുഗാനം പൊഴിക്കുകയാണ്. ഭക്തരെ നോക്കി അനുഗ്രഹിക്കുകയാണ്. ഈ ഉച്ചപൂജയൊക്കെ തൊഴാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.